കോഴിക്കോട് മാങ്കാവിൽ കെട്ടിടം തകർന്നു വീണു. ഉപയോഗശൂന്യമായ കെട്ടിടമാണ് തകർന്നു വീണത്. നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. നിങ്ങളെ വണ്ടിയുണ്ടോ? ഏതാ വണ്ടിയാ അത്? ഒരു ഇൻഷുറൻസ് അല്ലേ? ഒരു വീഡിയോ ചെയ്തോളി. ഇൻഷുറൻസ് ആളൊക്കെ വീഡിയോ വേണ്ടേ? പ്രൂഫ് വേണോ? രമ്യദാസ് ചേരുന്നു. രമ്യ, കോഴിക്കോട് ഏത് ഭാഗത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്? എത്ര മണിയോടെയായിരുന്നു കെട്ടിടം തകർന്നു വീണത്? ലക്ഷ്മി പത്മ, ഇന്ന് ഏകദേശം 10 മണിയോടുകൂടിയാണ് ഈ മാങ്കാവ് ഭാഗത്തെ കെട്ടിടം തകർന്നു വീണത്. ഒരു ഇരുനില കെട്ടിടമായിരുന്നു അത്. പക്ഷേ ആൾതാമസമോ അല്ലെങ്കിൽ കടകളോ മറ്റോ പ്രവർത്തിച്ചിരുന്നില്ല എന്നത് വളരെ ഭാഗ്യകരമാണ്. അതുകൊണ്ട് തന്നെ ആളപായമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ കെട്ടിടം തകർന്നു വീണ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ എടുത്തു മാറ്റുന്ന നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. JCB ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. അത് വളരെ കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ സമീപത്ത് നിരവധി കടകളും മറ്റുമുണ്ട്. ഇത്തരത്തിൽ സമാന്തരമായി തന്നെ നിരവധി കെട്ടിടങ്ങൾ കാലപ്പഴക്കം കൊണ്ട് വിണ്ടു കീറിയതുൾപ്പെടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതിനെതിരെ വ്യാപകമായ ഒരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം കോർപ്പറേഷൻ ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കുന്നില്ല, കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ഇത്തരത്തിൽ പൊളിച്ചു നീക്കുന്നില്ല തുടങ്ങിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഈ കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടം പൊളിഞ്ഞു വീണത്. ഇരുനില കെട്ടിടമായിരുന്നു. പക്ഷേ ഇതിന് സമീപത്ത് താഴെയായിട്ട് നിരവധി വാഹനങ്ങൾ, ബൈക്കുകൾ ഉൾപ്പെടെ പാർക്ക് ചെയ്തിരുന്നു. ഇതിന് മുകളിലേക്കാണ് ഈ ഓടിട്ട കെട്ടിടത്തിൻ്റെ പട്ടികകളും കല്ലുകളും എല്ലാം ഉൾപ്പെടെ വന്ന് പതിച്ചിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഈ വാഹനങ്ങൾക്ക്, ബൈക്കുകളാണ് മുഖ്യമായും ഈ പ്രദേശത്തുണ്ടായിരുന്നത്, പാർക്ക് ചെയ്തിരുന്നത്. വാഹനങ്ങളുടെ മേലേക്കായിരുന്നു ഇത്തരത്തിൽ ഇത് വന്ന് പതിച്ചത്. തുടർന്ന് ഈ നാട്ടുകാരും പ്രദേശവാസികളെല്ലാം ചേർന്ന് ഈ വാഹനങ്ങൾ എടുത്തു മാറ്റുന്ന നടപടിയെല്ലാം പുരോഗമിച്ചു. തുടർന്നാണ് പോലീസും ഫയർഫോഴ്സും എല്ലാം എത്തി ഇപ്പോൾ ഈ JCB ഉപയോഗിച്ച് ഇത്തരത്തിൽ കല്ലുകളും മറ്റ് അവശിഷ്ടങ്ങളും റോഡിലേക്കും കൂടിയാണ് ഇവ വീണ് കിടക്കുന്നത്. അതിനാൽ തന്നെ ഗതാഗത കുരുക്കും ഈ മേഖലയിലെല്ലാം രൂക്ഷമാണ്. ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന നടപടിയാണ് പുരോഗമിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് പ്രദേശവാസികളായ ആളുകൾ കൂടിയുണ്ട്. ഇവരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, കാരണം ഈ കെട്ടിടങ്ങൾക്ക്, ഈ ഭാഗത്തുള്ള കെട്ടിടങ്ങൾക്കെല്ലാം കാലപ്പഴക്കമുണ്ട്. ഇത് പൊളിച്ചു നീക്കുന്ന നടപടികളൊന്നും കോർപ്പറേഷൻ എടുക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ചേട്ടാ, ഇപ്പോൾ ഈ കെട്ടിടം കാലപ്പഴക്കം കൊണ്ട് മാത്രമാണോ പൊളിഞ്ഞു വീണത്? ഇത് കാലപ്പഴക്കം കൊണ്ട് തന്നെയാണ് പൊളിഞ്ഞു വീണത്. നിങ്ങൾ ഈ ബിൽഡിങ് ഇത് ഏതായാലും പൊളിഞ്ഞ് വീണ് നിങ്ങളെന്താ ചെയ്യേണ്ടി അറിയാം? ഇവിടെ ഒരുപാട് ബിൽഡിങ് ഇതേമാതിരി പൊളിഞ്ഞ് വീഴാൻ നിൽക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി, അതായത് ലേശം നേരെ അങ്ങോട്ട് പോവുക. അങ്ങോട്ട് പോയിക്കാണെങ്കിൽ ആ ബിൽഡിങ് ഇതിൻ്റെ അകത്തൊന്നും ഇപ്പോൾ ഒരു ആളപായം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇന്ത്യക്കാർ താമസിക്കുന്ന ബിൽഡിംഗ് ഉണ്ട്. ഒരു മാസത്തിൽ 1 ലക്ഷം 1.5 ലക്ഷം രൂപ വാടക വാങ്ങുന്നുണ്ട്. അങ്ങനത്തെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ഒന്ന് പോയി നോക്കുക. ഇതിപ്പോൾ ഏതായാലും വീണ് കഴിഞ്ഞാൽ ഇനി വീഴാൻ പോകുന്ന ബിൽഡിങ്ങുണ്ട്. അതൊന്ന് പോയി നോക്കിയിട്ട് നിങ്ങൾ അതിനുള്ളൊരു നടപടി എടുക്കുക. കോർപ്പറേഷനിൽ ചെലുത്തും, കോർപ്പറേഷനിൽ വിവരം അറിയിക്കണം. അതാ വേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ കാലപ്പഴക്കം ചെന്ന ബിൽഡിങ്ങിലെല്ലാം റിന്യൂവേറ്റ് ചെയ്തിട്ട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇതിനെതിരെ കോർപ്പറേഷനോ മറ്റോ നടപടി എടുക്കുന്നില്ല എന്നാണോ? നടപടി ഇവിടെ എടുത്തിട്ടില്ല. ഇതേമാതിരി പൊളിഞ്ഞു വീഴാനുള്ള ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ ആൾ താമസിക്കുന്നുണ്ട്. വലിയൊരു അപകടം ഒഴിവാകും. അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. എത്ര ബിൽഡിംഗ് ഉണ്ട്. ഇതിൻ്റെ അങ്ങോട്ട് വലിയ പുഴയാണ്. ആ പുഴക്കത്തൊക്കെ ബിൽഡിംഗ് ഉണ്ട്. ഇപ്പോൾ ഈ കടയ്ക്ക് സമീപമായിട്ട് നിരവധി കടകളും മറ്റും ഉണ്ട്. അപ്പോൾ ഈ കാലപ്പഴക്കം പ്രശ്നം വന്നിട്ട് അവരാരും ഇതൊരു പരാതിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊടുക്കില്ല? ഇല്ല, ആരും പരാതിയൊന്നും കൊടുക്കില്ല. നമ്മളൊക്കെ ഈ നാട്ടുകാരല്ലേ, നമ്മളൊന്നും പരാതി കൊടുക്കുന്നില്ലല്ലോ. ലക്ഷ്മി പത്മ, ഇത് തന്നെയാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. കാരണം ഈ കാലപ്പഴക്കം ചെന്ന നിരവധി ബിൽഡിങ്ങുകൾ ഈ പൊളിഞ്ഞു വീണ കെട്ടിടത്തിന് സമീപമായി തന്നെയുണ്ട്. ഈ പൊളിഞ്ഞു വീണ ബിൽഡിങ്ങും മറ്റൊരു ബിൽഡിങ്ങിനോട് യോജിച്ചാണ് നിൽക്കുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ ഏകദേശം ഈ ഇരുനില കെട്ടിടം പൊളിഞ്ഞു വീണതിന് സമീപത്തുള്ള കെട്ടിടത്തിനും ഇത് വലിയ തരത്തിലുള്ള ഭീഷണി ഉണ്ടാകാമെന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. കാരണം നമുക്ക് ഈ മേഖലയിൽ തന്നെ കാണാം, പല ബിൽഡിങ്ങുകളും ഇത്തരത്തിൽ വിണ്ട് കീറി നിൽക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിനിടയിൽ ചില ബിൽഡിങ്ങുകൾ റിനോവേറ്റ് ചെയ്ത് പുതുക്കി പണിതുകൊണ്ട് കടമുറികളായി പ്രവർത്തിക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ ഈ പ്രദേശത്ത് കൂടാതെ തന്നെ നിരവധി കടകൾ, ഈ കെട്ടിടങ്ങളെല്ലാം റിന്യൂവേറ്റ് ചെയ്തിട്ട് അതിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ താമസിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. ഇതെല്ലാം വലിയ തരത്തിൽ തന്നെ ഭീഷണിയാണ്. കാരണം ഇന്നിപ്പോൾ ജില്ലയിലുള്ളത് റെഡ് അലർട്ടാണ്. കനത്ത മഴ തന്നെയാണ് നഗരപ്രദേശം ഉൾപ്പെടെ ഉള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഈ കനത്ത മഴയെ തുടർന്നുമാവാം ഇത്തരത്തിൽ ഈ ബിൽഡിംഗ് ഇപ്പോൾ പൊളിഞ്ഞു വീണെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. ഇപ്പോൾ നിലവിൽ പൊളിഞ്ഞു വീണ അവശിഷ്ടങ്ങളെല്ലാം എടുത്തു നിൽക്കുന്ന നടപടികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി ട്രാഫിക് പോലീസും എല്ലാവരുടെയും ട്രാഫിക് ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്.
കാരണം കൃത്യമായ ഗതാഗത കുരുക്കുകളുണ്ട്. ഈ പൊളിഞ്ഞു വീണ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട ശരി, രമ്യദാസാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് മാങ്കാവിലാണ് കെട്ടിടം തകർന്നു വീണത്. അതൊരു സൂചന മാത്രം എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ അങ്ങനെ അനവധി കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമായ നിലയിൽ ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ പൊളിഞ്ഞ് വീഴാറായ അവസ്ഥയിൽ ഉണ്ട്. പലതിലും ആൾ താമസമുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്.